ഇന്ന് ലോക വനിതാ ദിനം. പനങ്ങാട് സന്യാസിനി സമൂഹം നടത്തുന്ന മരിയാലയം പാലിയേറ്റീവ് കെയർ സെൻ്ററിലെ ആരോരുമില്ലാത്ത സുഖമില്ലാതെ കിടക്കുന്ന അമ്മമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകിയാണ് മരട് വെസ്റ്റ് കുടുംബശ്രീ CDS കമ്മിറ്റി വനിതാ ദിനം ആഘോഷിച്ചത്. മരട് നഗരസഭ വെസ്റ്റ് CDS ചെയർപേഴ്സൺ ടെൽമ, വൈസ് ചെയർപേഴ്സൺ വിനിത, ഷീജ ഷിബി, ബീന ഹാരിസ്, മേരി ബിജി എന്നിവരാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. കുടുംബശ്രീ രൂപീകരണത്തിന് ശേഷം ഇത്രയും മനസ്സിന് സന്തോഷം തരുന്ന വനിതാ ദിനം ആഘോഷിക്കുന്നത് ഈ വർഷത്തെ ദിനമാണ് എന്നും CDS ചെയർപേഴ്സൺ പറഞ്ഞു. ഞങ്ങളുടെ ഈ കാരുണ്യ പ്രവർത്തനം കണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനം ആകട്ടെ എന്നാണ് ഈ ലോക വനിതാ ദിനത്തിൽ ആശംസിക്കുന്നത്. മരട് നഗരസഭ വെസ്റ്റ് CDS കമ്മിറ്റി നൽകിയ കാരുണ്യ പ്രവർത്തനത്തിന് മരിയാലയത്തിലെ സന്യാസി സമൂഹം നന്ദി രേഖപ്പെടുത്തി. അപ്പോൾ ഇന്ന് ലോക വനിതാ ദിനമായുള്ള ഒരു പ്രത്യേക ക്യാമ്പയിൻ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. അതായത് നമ്മളുടെ പനങ്ങാടുള്ള മരിയാലയം, അതായത് ഒരുപാട് വൃദ്ധജനങ്ങളെ, കിടപ്പുരോഗികളാണ് എല്ലാവരും, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങളത് സ്പോൺസർഷിപ്പ് കണ്ടെത്തിയതിന് ഞങ്ങൾക്ക് ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക്, ഈ ബാങ്കുകൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഈ അമ്മമാരുടെ അവസ്ഥ കാണാനും അവരുടെ കൂടെ കുറച്ച് നേരം ചിലവഴിക്കാനും സാധിച്ചതിൽ ഇന്നത്തെ ഒരു ദിവസത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് സഹായങ്ങൾ, നിങ്ങൾക്കാവുന്ന സഹായങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്തേക്ക് ചെയ്തു കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഇത്രയുമാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവരോടും പറയാം. ഞങ്ങൾ മരട് വെസ്റ്റ് CDSയിലെ അംഗങ്ങളാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ. ആദ്യമായിട്ടാണ് ഇതുപോലുള്ളൊരു ഭവനം ഞങ്ങൾ സന്ദർശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അമ്മമാരുടെ ആ കൊച്ചു കുട്ടികളെ പോലെയുള്ള ആ ഒരു മനസ്ഥിതി കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക അനുഭൂതിയാണ് ഉണ്ടായത്. അവർ കുഞ്ഞു പാവകളെ വെച്ചിട്ട് അവർ അമ്മമാരാകുന്ന, അതായത് മക്കളെ വിട്ടിട്ട് നിൽക്കുന്ന അമ്മമാർ പിന്നെ അവരുടെ മക്കളെ, ആ പാവക്കുട്ടികളെ അമ്മമാരെ പോലെ അതുങ്ങൾ പരിചരിക്കുകയും ബിസ്ക്കറ്റും പാലും ബിസ്ക്കറ്റും കൊടുക്കുക എന്നുള്ളതാണ് ആ കുഞ്ഞുങ്ങൾക്ക്. അതുപോലുള്ള ഒരു അമ്മമാരാണത്. എല്ലാ മക്കളും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതാണ്. നിങ്ങളെ മക്കളെ വിട്ട് ഇവിടെ വന്ന് നിന്നാൽ പോലും മക്കളെ പരിചരിക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി അമ്മമാർ ഈ വൃദ്ധസദനത്തിൽ കഴിയുകയാണ്. ഇനിയെങ്കിലും ഇനിയുള്ള തലമുറ ഇതൊന്നും മനസ്സിലാക്കി ഇനിയുള്ള ഈ അമ്മമാരെ ഒന്നും ഇങ്ങനെ വിടരുതേ. എല്ലാവരും അവനവൻ്റെ അമ്മമാരെ വീട്ടിൽ തന്നെ നിർത്തി പരിചരിക്കണമെന്നാണ് എന്നെപ്പോലുള്ള എല്ലാവർക്കും പറയാനുള്ളത്. ഇപ്പോഴുള്ള ഞാനും ഒരു അമ്മയാണ്. ഞാൻ സഹിതം ഇതുപോലുള്ള ഇത് ചിലപ്പോൾ അനുഭവിക്കേണ്ടവരായിരിക്കാം. എന്നാൽ പോലും ഞാൻ പറയുന്ന ഇതാണ്, എല്ലാവരും, എല്ലാ തലമുറ, ഇനി വരുന്ന തലമുറ എല്ലാവരും ഇതുപോലെ അമ്മമാരെ പരിചരിക്കണം. വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾക്കൊരു പ്രത്യേക അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്.